കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ക്രിസ്മസ് കാലം വീണ്ടും സമാഗതമായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ മഹാ അത്ഭുതത്തെക്കുറിച്ച് ക്രൈസ്തവ ലോകം, പ്രത്യേകിച്ചും ക്രൈസ്തവ ലോകം പോലും അനുസ്മരിക്കുവാൻ നിർബന്ധിതരായി തീരുന്ന ഒരു സന്ദർഭമാണല്ലോ ഇത്. ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് വസ്തുതകൾ ഏവർക്കും സുപരിചിതമാണ്. എങ്കിലും കാലപ്പഴക്കം കൊണ്ട് മങ്ങിപ്പോകാത്ത ഒരു പ്രതിഭയും നവീനത്വവും അവയ്ക്കുണ്ട്. ധ്യാനിക്കുന്തോറും പുതിയ പുതിയ പ്രകാശവും പ്രചോദനവും നൽകുന്ന വസ്തുതകളാണ് അവ. മനുഷ്യൻ്റെ മനസ്സ് അവ ഉൾക്കൊള്ളുന്ന ദിവ്യ രഹസ്യങ്ങളെ മുഴുവനായി ഒരിക്കലും ഗ്രഹിക്കുവാൻ പര്യാപ്തമല്ലാത്തതായി തീരുന്നില്ല. അനാർഭാടമായി അജ്ഞാതമായി ദരിദ്രയായ ഒരു മാതാവിൽ നിന്ന് പുൽക്കൂട്ടിൽ ഭൂജാതം ചെയ്ത ആ ശിശു മനുഷ്യാവതാരം ചെയ്ത ദൈവമായിരുന്നു എന്നുള്ളതാണ് അത്ഭുതങ്ങളിൽ വെച്ച് അത്ഭുതം. ആ ജനനവേളയിൽ സ്വർഗവും ഭൂമിയും സംയോജിച്ചു. മാലാഖമാർ സ്തോത്രഗീതം പാടി. അവരുടെ സന്തോഷസ്വരം കൊണ്ട് ബേത്ലഹേമിലെ മേച്ചസ്ഥലങ്ങളെല്ലാം നിറഞ്ഞു. സ്വർഗീയ സൈന്യങ്ങളുടെ നിരന്തര ഗാനത്തിൻ്റെ പല്ലവി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ മുഴങ്ങി. അതിൻ്റെ ശ്രോതാക്കളായ ആട്ടിടയന്മാർക്ക് സ്വർഗീയ ലോകത്തിലെ സാമീപ്യം അനുഭവപ്പെട്ടു. നമ്മുടെ കർത്താവ് തൻ്റെ മനുഷ്യാവതാരം മൂലം സ്വർഗത്തെ ലോകവുമായിട്ട് അടുപ്പിക്കുകയാണ്. മനുഷ്യനെ സ്വർഗീയ പിതാവായ ദൈവവുമായിട്ട് നിരപ്പാക്കുന്ന അനുഭവം സ്വർഗത്തിൻ്റെ കവാടം നമുക്കായി തുറന്നു തന്നു. ഇത് വെറും ആലങ്കാരികമായ ഭാഷയല്ല, യാഥാർത്ഥ്യമാണ്. ലോകമയന്മാരായ നമുക്ക് സ്വർഗം വിദൂരമായി സ്ഥിതി ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്ന് ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ച വേളയിലും തനിക്ക് സ്വാഭാവികമായിരുന്ന അന്തരീക്ഷം സ്വർഗത്തിൻ്റേതാണ്. നാം ഭൂമിയിലുള്ള സ്ഥലങ്ങളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചും സംസാരിക്കുന്നത് പോലെ സ്വാഭാവികമായിട്ടാണ് നമ്മുടെ കർത്താവ് സ്വർഗത്തെക്കുറിച്ചും മാലാഖമാരെക്കുറിച്ചും സ്വർഗീയ പിതാവിനെക്കുറിച്ചും സംസാരിക്കുന്നത്. ഭൂമിയിൽ ഒരു ശിശുവിനെ കാണുമ്പോൾ സ്വർഗത്തിലുള്ള അതിൻ്റെ കാവൽക്കാരനായ ദേവദൂതനെയും കർത്താവ് കാണുന്നു. ഭൂമിയിൽ ഒരു പാപിയെ അനുദപിക്കുന്നത് കാണുമ്പോൾ സ്വർഗത്തിലുള്ള മാലാഖമാരുടെ ഇടയിലും ആ സന്തോഷം താൻ കാണുന്നു. സ്വർഗമാണ് തൻ്റെ ജന്മഭൂമിയും വാസസ്ഥലവും. മനുഷ്യരായ നാമും സ്വർഗത്തിലെ പൗരന്മാരാണ്. ആ പൗരത്വം നമുക്ക് അനുഭവബാധ്യമാക്കി തീർക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഭൗമികമായ മൂല്യങ്ങളെ മാത്രം അന്വേഷിക്കുന്ന ലോകത്തിന് ക്രിസ്തുമസിൻ്റെ സന്ദേശം നിത്യമായ ലോകം സ്വർഗമാണെന്നുള്ളത് ആണ്. അത് മാത്രമല്ല, സ്വർഗം ഭൂമിയിൽ നിന്നും വിദൂരമായ ഒന്നല്ലെന്നും പ്രസ്തുത സ്വർഗത്തിൻ്റെ അന്തരീക്ഷമാണ് ഭൂമിയെ മുഴുവനും അനാവരണം ചെയ്തതെന്നും സ്വർഗീയ പിതാവുമായുള്ള സംസർഗം ഭൂമിയിലെ ജീവിതത്തെ സ്വർഗീയവും സുസ്ഥിരവും സൗഭാഗ്യകരമാക്കി തീർക്കുന്നുവെന്നും ആ സ്വർഗീയ വ്യവസ്ഥിതി ലോകത്തിൽ സംജാതമാക്കിയത് ക്രിസ്തുവാണെന്നും ക്രിസ്തുവുമായുള്ള ആന്തരിക ഐക്യം മാത്രമാണ് ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള നമ്മുടെ മാർഗമെന്നും ക്രിസ്മസ് നമ്മെ അനുസ്മരിക്കുന്നു. സ്വർഗീയ ലോകത്തിൻ്റെ ആ ആഹ്വാനമാണ് ക്രിസ്മസ്. അത് ഇന്ന് ലോകത്തിലെവിടെയും മാറ്റിൽ കൊള്ളുന്നു. ആഘോഷപൂർവ്വം ക്രിസ്മസ് ആചരിക്കുക കൊണ്ട് മാത്രം വിശേഷമില്ല. ഓരോ ക്രിസ്മസും ക്രിസ്തുവിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കണം. അതിനാവശ്യമായിട്ടുള്ളത് ആത്മീയമായ ആകാംക്ഷയും ഒരുക്കവുമാണ്. ബേത്ലഹേമിൽ ജാതനായ ക്രിസ്തു ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജാതനാകുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ നാം ഒരുക്കണം. പുതിയ വത്സരത്തോടുകൂടി ഒരു പുതിയ ജീവിതവും നാം സമാരംഭിക്കണം. ഏകാന്തമായിരുന്ന് നാം പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും പുതിയ നിശ്ചയങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവികമായിട്ട് നമ്മുടെ മേൽ ആവഹിക്കപ്പെടുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതു മക്കളെയും അവർ ആത്മീയമായ പുതുക്കത്തിൻ്റെയും വളർച്ചയുടെയും ആരംഭമായിട്ട് ഈ സന്ദർഭം എടുക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഈ സമയത്ത്, അതായത് ക്രിസ്മസ് ചടങ്ങുകളിലെല്ലാം നാം പങ്കെടുക്കുമ്പോൾ അത് ചടങ്ങായി മാറാതെ പിന്നെയോ അത് എന്നേക്കും നിലനിൽക്കുന്ന സ്വർഗീയ സൗഭാഗ്യമായി കാണുവാൻ തക്കവണ്ണം ക്രൈസ്തവ സമൂഹത്തിന് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഈ ആഘോഷങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം സന്തോഷകരമായിട്ടും ശ്രേഷ്ഠമായിട്ടും തരികയാണ്. അവരുടെ കണ്ണുനീരിൽ എന്താണ് കാണുവാൻ നമുക്ക് കഴിയുന്നതെങ്കിൽ ആ കണ്ണുനീരിൻ്റെ മഹത്വം കണ്ട് അവനിലേക്ക് നമുക്കും ഒന്ന് കടന്നു ചെല്ലുവാൻ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കുവാൻ ഇടവരുന്നു. അന്യൻ്റെ കണ്ണുനീര് കാണാതെ കണ്ട് എത്രമാത്രം നാം ആഘോഷിച്ചാലും അതൊന്നും ആഘോഷമായി തീരുന്നില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തിരിച്ചറിയുകയും എന്നെപ്പോലെ തന്നെ
എൻ്റെ അയൽക്കാരനെയും തിരിച്ചറിയുവാൻ കഴിയുന്ന ആ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയട്ടെ. ആത്മപരിശോധനയാണ് അതിനുള്ള കർത്തവ്യം. സഭയുടെ ക്രമീകരണങ്ങളെല്ലാം നമുക്കതിന് സഹായമായി തീരുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ സഭയുടെ നാഥനായ ക്രിസ്തുവിൻ്റെ ക്ഷണമാണ് സഭയിൽ നാം അഭിമുഖീകരിക്കുന്നത്. അതിന് സ്വീകരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നാം ചെയ്യേണ്ടത്. ബാഹ്യമായ ചടങ്ങുകളിൽ അത് നാം ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്താൽ ക്രിസ്മസിൻ്റെ സന്ദേശം നമുക്ക് നഷ്ടമായിട്ട് ഭവിക്കും. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടും വിശ്വാസത്തോടും കൂടി നമുക്ക് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ക്രിസ്തുവിനെ സമീപിച്ച് നമസ്കരിക്കാം. അവനോടുകൂടി ചേർന്ന് നമുക്കും സഞ്ചരിക്കാം. ഈ വർഷത്തെ ക്രിസ്മസിനോട് കൂടി ചേർന്ന് ഇത്രയും ചിന്തിപ്പാൻ തക്കവണ്ണം അവസരം നിന്ന ഏവരോടും നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊള്ളട്ടെ.